ഇടുക്കി ജില്ലാ കളക്ടർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുന്നിലൂടെ റോഡിൽ മലിനജലം ഒഴുക്കി യാത്ര ചെയ്ത മത്സ്യലോറിക്ക് പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട ദൃശ്യങ്ങൾ പകർത്തി അധികൃതർക്ക് കൈമാറിയതോടുകൂടിയാണ് നടപടി. പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും ഭീഷണിയാകുന്ന രീതിയിൽ പ്രവർത്തിച്ചതിന് വാഹന ഉടമയ്ക്കെതിരെ 25,000 രൂപ പിഴ ചുമത്തി. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ചാണ് സംഭവം നടന്നത്. ഏഴാംകുപ്പം റോഡിൽ തളിപ്പറമ്പ് ഭാഗത്തേക്ക് മത്സ്യം കൊണ്ടുപോവുകയായിരുന്ന കർണാടക രജിസ്ട്രേഷനുള്ള വാഹനമാണ് നിയമലംഘനം നടത്തിയത്. ലോറിക്ക് പിന്നാലെ സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ഇടുക്കി ജില്ലാ കളക്ടർ. റോഡിലാകെ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ മലിനജലം ഒഴുകുന്നത് പിന്നിൽ സഞ്ചരിക്കുകയായിരുന്ന കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് കളക്ടർ തന്നെ തത്സമയ ദൃശ്യങ്ങൾ പകർത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് കൈമാറുകയായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വാഹന ഉടമയെ ബന്ധപ്പെടുകയും നിയമലംഘനം സ്ഥിരീകരിക്കുകയും ചെയ്തു. പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും ഭീഷണിയാകുന്ന രീതിയിൽ പ്രവർത്തിച്ചതിന് വാഹന ഉടമയ്ക്കെതിരെ 25,000 രൂപ പിഴയും ചുമത്തി. മേൽ നടപടികൾ സ്വീകരിക്കുന്നതിനായി വിഷയം തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. പൊതുനിരത്തുകളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്നും ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവരുടെ വാഹനങ്ങൾ കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.